അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് സച്ചി ഇങ്ങനെ കുളിച്ച് ടവലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയുടെ കഴുത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ മാല അവിടെ കാണുന്നില്ല. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് ആംഗ്യത്തിൽ ചോദിക്കുകയാണ് മാല എവിടെയെന്ന്. പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ തടവിയിട്ട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. പിന്നെ രേവതി ചോദിക്കണം മാല എവിടെ പോയി? മാല പിന്നെ ഞാനിവിടെ കുളിച്ചപ്പോൾ ഊരി വെച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോഴും സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. അല്ല അവിടെ ഇല്ല, നീ വെറുതെ പോയി നോക്കണ്ട. പിന്നെ അത് കൊണ്ടുപോയി കളഞ്ഞോ? അതല്ല, ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. നീ മാലയുടെ കാര്യം ചോദിച്ചത് നന്നായി, ഇപ്പോഴും എനിക്കത് ഓർമ്മ വന്നത്. അത് പിന്നെ കുളത്ത് മാറ്റാൻ വേണ്ടിയിട്ടേ കൊടുത്തേക്കാം. അപ്പോൾ രേവതി ചോദിക്കുന്നത് കുളത്തോ? അതെ, അത് ലൂസായ പോലെ തോന്നി. അപ്പോൾ ഞാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അത് മാറ്റുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ സംശയത്തോടെ നോക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാതെ അത് മാറ്റാൻ വേണ്ടി കൊടുത്തു. മാല കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോന്നു. വണ്ടിയുടെ ടയർ മാറ്റാൻ കൊടുത്തിട്ട് വന്ന പോലെയാണല്ലോ ഇരുന്ന് പറയുന്നതെന്ന് പറയാൻ കേട്ടോ. സ്വർണം പണിയുന്ന സമയത്തേ നമ്മൾ കൂടെ നിൽക്കണ്ടേന്ന് ചോദിക്കാണ് രേവതി. എന്തിനാ, എനിക്കറിയാവുന്ന കടയാ, 75 വർഷമായിട്ടുള്ള പാരമ്പര്യം, അവരെ വിശ്വസിക്കാം. അതല്ലേ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നത്, അല്ലാതെ ഞാൻ അത്രക്ക് മണ്ടനാണെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ രേവതി പറയാണ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അത് വാങ്ങിയ കടയൊക്കെ തന്നെ കൊടുത്ത് ശരിയാക്കി തരുമായിരുന്നല്ലോ, അത് പിന്നെ പറയാനായിട്ട് നീ ഇപ്പോഴല്ലേ എന്നോട് ചോദിച്ചതെന്നൊക്കെ പറയാൻ കേട്ടോ സച്ചി. ഒരാളൊരു കാര്യം ചോദിക്കാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോഴും രേവതി ഇങ്ങനെ സംശയത്തോടെ തന്നെ സച്ചിനെ നോക്കുന്നുണ്ട്. സച്ചി എപ്പോഴും ഇങ്ങനെ ഉരുണ്ട് കളിക്കാണ്. അല്ല, കൊടുത്ത് വെക്കാൻ കൊടുത്തേക്കണത് ഞാൻ അറിയാവുന്ന കടയിലാണല്ലോ വെച്ചേക്കണേന്ന് പറഞ്ഞതാ. ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അകത്തേക്ക് കയറാൻ പോകുമ്പോൾ സച്ചി പറയാണ് അതെ ഒന്ന് നിന്ന് വൈകിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം, നീ ഒന്ന് റെഡിയായി നിൽക്കണേ. എവിടെ പോകാനാ? എൻ്റെ ഫ്രണ്ട്സ് ഒരു പാർട്ടി വിളിച്ചിട്ടുണ്ട്, നമുക്ക് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയാണ്. പാർട്ടിയോ? എന്തിന്? നമ്മുടെ വിവാഹം കഴിഞ്ഞതല്ലേ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു വിരുന്ന്, താൻ റെഡിയായിട്ട് നിൽക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് സന്തോഷത്തോടെ സച്ചിയുടെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുവാണ് കേട്ടോ രേവതി. രാത്രി നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തോടെ രേവതി ഇങ്ങനെ സച്ചിനെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞ് തലയാട്ടിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി വിളിച്ചിട്ട് ശ്രുതി ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി വരുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്തിനാണ് വിളിച്ചത്, എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയേണ്ടത് ധൃതി വെക്കല്ലേ, ഞാൻ പറയാം. ഇപ്പം എങ്ങനെയുണ്ട്, കാര്യം എങ്ങനെയുണ്ട്, ജോലിയൊക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഫോണിൽ കൂടെ ചോദിച്ചാൽ പോരെ, എന്തിനാ പിന്നെ വിളിച്ചത്, ഫോണിൽ കൂടെ ചോദിച്ചാൽ ഞാൻ എല്ലാം പറയുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയേണ്ടത് അത് പറയാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതില്ലേ ജോലിയൊന്നും ആയില്ലെങ്കിൽ ഒരു ജോലി ഞാൻ തരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്ത് ജോലി? അപ്പോൾ പാർട്ണറിൽ എന്തെങ്കിലും അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ പണിയൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അതൊന്നുമല്ല, ശ്രുതിക്ക് എൻ്റെ ഹസ്ബൻഡ് ആവാൻ പറ്റുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഹസ്ബൻഡോ? താൻ എന്തൊക്കെയാണ് പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും, ഇയാളൊന്ന് റിലാക്സ് ചെയ്യടോ, ചിന്തിച്ച് കാടൊന്നും കയറണ്ടെന്ന് പറയണ്ട, താൻ വെറുതെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ശ്രുതി. ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അന്ന് ആ പിയനോട് പറഞ്ഞില്ലേ ഞാൻ ഹസ്ബൻഡ് ആണെന്ന്. അപ്പോൾ ആ പുള്ളി മേഡത്തിനോട് പോയി പറഞ്ഞു ഞാൻ മാരീഡ് ആണെന്നൊക്കെ. അപ്പോൾ അവരുടെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അപ്പോൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ആ പാർട്ടിക്ക്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വരാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. വരികയാണെങ്കിൽ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഒരു ദിവസത്തെ ഡിന്നർ കുറച്ച് നേരം എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മുടെ ശ്രുതി പറയാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ വെറുതെ നമ്മളൊരു റിസ്ക് എടുക്കണോ, അപ്പോൾ തനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തനിയെ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയാൻ കേട്ടോ ശ്രുതി. അങ്ങനെ അവസാനം ശ്രുതിയുടെ കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ സച്ചിയും രേവതി ഇങ്ങനെ പാർട്ടിക്ക് പോകണം കേട്ടോ. അപ്പോൾ പാർട്ടിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വണ്ടിയിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ പറയാണ് പൂ വേണമെങ്കിൽ വാങ്ങിച്ചു, ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നിങ്ങൾ തലയിൽ പൂവൊക്കെ വെക്കാറില്ലേ? പ്രശ്നമൊന്നുമില്ല, നീ പറയുന്നത് കേൾക്ക്, പോയി വാങ്ങിച്ചിട്ട് വാ, പൂ ചൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ പൂവൊക്കെ വെറുതെ വേസ്റ്റായി പോവില്ലേ. അങ്ങനെ സച്ചിയുടെ നിർബന്ധപ്രകാരം സച്ചി ഇങ്ങനെ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പൈസ കൊടുത്ത് വിടാണ് കേട്ടോ സച്ചി. രേവതി അങ്ങനെ മുല്ലപ്പൂ വാങ്ങിയിട്ട് തലയിൽ ചൂടുന്നതൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശേഷം അങ്ങനെ അവർ വണ്ടി എടുത്തിട്ട് അവർ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് പോവാണ്. രണ്ടുപേരെയും കാത്തിരിക്കുമായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണല്ലോ, ഞങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല, ഞങ്ങളെ കല്യാണം ഇവൻ അറിയിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയണം എൻ്റെ കല്യാണമാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല, എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയില്ലേ, കല്യാണത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് സിസ്റ്ററെ ഞങ്ങൾ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയെല്ലാം ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ ഭാര്യമാരെ നാട്ടിൽ പോയി ഇരിക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ രേവതി പറയാണ് നിങ്ങളെപ്പറ്റി സച്ചി എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ പറയാണ്. സച്ചി അങ്ങനെ എല്ലാവരെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാണ് കേട്ടോ രേവതിക്ക്. അങ്ങനെ അവർ കേക്ക് എടുത്തിട്ട് വരുവാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി മുറിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ് എന്തിനു നിങ്ങൾ വെറുതെ ക്യാഷ് കളഞ്ഞത്, ഇതൊക്കെ ഒരു ചിലവാണോടാ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തായാലും കേക്ക് കട്ട് ചെയ്യേ, സിസ്റ്റർ നിങ്ങളും വാന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ് വേണ്ട ഇദ്ദേഹം തന്നെ കട്ട് ചെയ്തട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി നീ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ അവരുടെ ആഗ്രഹമല്ലേ നീയും കൂടി വാന്ന് പറഞ്ഞ് സച്ചി രേവതിനെ വിളിക്കുകയാണ്.
അങ്ങനെ സച്ചി രേവതിയും കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കാണ് കേട്ടോ. സച്ചി അങ്ങനെ ആ കേക്ക് എടുത്തിട്ട് ഫ്രണ്ട്സിന് കൊടുക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സ് പറയാണ് സിസ്റ്ററിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി കേക്ക് എടുത്ത് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് വരാണ് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇതെന്താണ്, അല്ല എന്തെങ്കിലും ഗിഫ്റ്റ് തരണമല്ലോ അതുകൊണ്ടാണ്, എന്നാൽ ഇത് പിടിച്ചോന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ഗിഫ്റ്റ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റാവും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് മാറി നിന്നിട്ട് മദ്യപിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതീനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് സച്ചിയും അവരുടെ കൂടെ പോയിരുന്ന് മദ്യപിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ടിയിട്ട് സച്ചിയും കൂട്ടുകാരും കൂടിയും അവിടെ ആർമാദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് വിഷമിച്ച് എന്ത് ചെയ്യാമെന്നറിയാതെ നിൽക്കുകയാണ് രേവതി. എന്നിട്ട് രേവതി സച്ചിയുടെ അടുത്ത് പറയാണ് ടൈമായി നമുക്ക് പോവാന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കണം നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ, ഇനി അവിടെ നിൽക്കിയത് ചിക്കൻ ബിരിയാണി ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ചിക്കൻ ബിരിയാണി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ അവരുടെ ബഹളവും ചിരിയും ഒക്കെ കണ്ടിട്ട് രേവതിക്ക് പേടിയായിട്ട് നമുക്ക് പോവാൻ ടൈമായി എന്നൊക്കെ പിന്നെയും പറയാണ് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കണം നിന്നീട് അല്ലേടി പറഞ്ഞതെന്ന് പറഞ്ഞ് സച്ചി ചൂടാവാണ്. എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ച് കരയാണ് കേട്ടോ നമ്മുടെ രേവതി. മിണ്ടാതിരുന്ന് കഴിക്കടി, ഇന്ന് ചിക്കൻ പീസ് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് ചിക്കൻ പീസ് ഇങ്ങനെ രേവതിക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് സച്ചി തന്നെ കഴിക്കുകയാണ് കേട്ടോ. വൈഫും വരുവാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഇതെന്താ എൻ്റെ വീട് നിങ്ങൾ ബാറാക്കിയോ. അപ്പോൾ സച്ചി പറയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഇവിടെ ഒരു പാർട്ടി നടക്കുക, അതൊക്കെ നിൻ്റെ വീട്ടിൽ മതി, ഇതേ എൻ്റെ വീടാണ് മര്യാദക്ക് നാളെ തന്നെ എല്ലാവരും വീട് ഒഴിഞ്ഞ് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി തല്ലാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ്. അപ്പോഴാണ് ഹൗസ് ഓണർ രേവതിനെ കാണുന്നത്. അപ്പോൾ പറയേണ്ടത് ഓഹോ മദ്യം മാത്രമല്ലല്ലോ ഇവിടെ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങോട്ടേക്ക്, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ രേവതി സച്ചിനെ നോക്കി ആ വീട്ടിൽ നിന്ന് തനിയെ ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്.